നമസ്കാരം. ഒരു ദിവസമെങ്കിലും സ്ട്രെസ്സില്ലാതെ കടന്നു പോകാൻ എന്ന് ആഗ്രഹിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷേ ആഗ്രഹം മാത്രം ബാക്കിയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നോ അതിലധികമോ ഒട്ടേറെ സ്ട്രെസ്സുകളൊക്കെ തന്നെ ഓരോ ദിവസവും പലവട്ടം കടന്നു വരാറുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കാറുണ്ട്, ഈ സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതമാണെങ്കിൽ എത്ര സുഖകരമാണ് എന്ന്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകും. പക്ഷെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ സ്ട്രെസ്സ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ കുട്ടികൾ കരയുന്നത് തന്നെ ഈ സ്ട്രെസ്സ് അനുഭവിക്കുന്നത് കൊണ്ടാണ്. അത് അന്തരീക്ഷത്തിൻ്റെ മർദ്ദം, താപം, വെളിച്ചം ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവുമ്പോഴാണ് അവരത് നിലവിളിക്കുന്നത്. നമ്മളൊക്കെ ആ ഒരു സ്റ്റേജ് കടന്നു വന്നിരിക്കുകയാണ്. ഇത് മരണം വരെയും ഈ സ്ട്രെസ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഈ സ്ട്രെസ് എന്നുള്ളത്. അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും വലുത്. പക്ഷെ അതൊരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. പക്ഷേ നമ്മുടെ ചിന്തകൾ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ചില സിമ്പിൾ ടെക്നിക്സൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. സ്ട്രെസ്സിന് പരിപൂർണമായിട്ട് ഒഴിവാക്കാനൊന്നും സാധിക്കില്ല, പക്ഷെ മാനേജ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സാധാരണയായിട്ട് പറയാറുള്ള സ്ട്രെസ്സുള്ള ആളുകളാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യൂ, യോഗ പ്രാക്ടീസ് ചെയ്യൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. അത് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ നല്ല റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഭൂരിപക്ഷം പേർക്കും അതൊരു സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ചെയ്യുവാൻ സാധിക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ചില സിമ്പിൾ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. അതിലൊന്നാണ് ഈ മൈക്രോ മെഡിറ്റേഷൻ ടെക്നിക്ക്. വളരെ സിമ്പിളാണ് ഈ മൈക്രോ മെഡിറ്റേഷൻ എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ഒരു മിനിറ്റ്, അതായത് ഒരു 60 സെക്കൻഡ് നേരം കണ്ണടച്ചിരിക്കുക. അപ്പോൾ തന്നെ ആ വിഷ്വൽ എന്നുള്ള സെൻസറി അവിടെ പ്രിവെൻറ്റ് ചെയ്യപ്പെടുകയാണ്. അതിനുശേഷം ഒരു 4 എണ്ണുന്ന വരെ 1 2 3 4 എന്നുള്ളത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുക, ബ്രീത്ത് ഉള്ളിലോട്ട് എടുക്കുക. ഒരു 4 സെക്കൻഡ് 4 എണ്ണുന്നത് വരെ നമ്മളത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അടുത്ത 4 എണ്ണുന്നത് അത് ആ സമയത്ത് അത് എക്സ്ഹെയിൽ ചെയ്യുക. അപ്പോൾ ആ ഒരു ട്രയാങ്കിൾ പോലെ ആദ്യം നമ്മൾ 4 എണ്ണുമ്പോഴേക്കും അത് ഇൻഹെയിൽ ചെയ്യുന്നു, 4 എണ്ണം പിടിച്ചു നിൽക്കുന്നു, ദെൻ 4 എണ്ണുമ്പോഴേക്കും അത് എക്സേൽ ചെയ്യുന്നു. അങ്ങനെ ഒരു 10 പ്രാവശ്യം കണ്ണടച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഡൈവേർട്ട് ചെയ്യും അതിലേക്ക്. ഈ സ്ട്രെസ്സേഴ്സ്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ സ്ട്രെസ്സേഴ്സിൽ നിന്നും അത് മോചിതനാവും. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കൺസെപ്റ്റാണ് ഈ പാറ്റേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ അലട്ടുകയാണെങ്കിൽ ജസ്റ്റ് അവിടെ ഇരിക്കുന്നവരാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുക, ഒരു 4-5 സ്റ്റെപ്പ് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, അതായത് വേണമെങ്കിൽ ഒന്ന് കൈയടിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്ട്രെസ്സേഴ്സിൽ നിന്ന് നമ്മുടെ ബ്രെയിൻ ഷിഫ്റ്റ് ചെയ്യും, അതിൻ്റെ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യും. ആ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഈ 5 4 3 2 1 ടെക്നിക്ക്. വളരെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് പറ്റുമെങ്കിൽ ഒരു 5 നമുക്ക് കാണാൻ കഴിയുന്ന ഒരു 5 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുകയോ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയോ ചെയ്യാം. ഇപ്പോൾ സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു 5 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന വിസിബിളായിട്ടുള്ള 5 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുകയോ അതല്ലെങ്കിൽ എഴുതുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഒരു 4 കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു 4 കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് എഴുതുക. ഓക്കെ. അതുപോലെ തന്നെ 3 കാര്യങ്ങൾ കേൾക്കാൻ, ഇപ്പം ഇത് ചെയ്യാൻ കഴിയുന്ന 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ടച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു 3 കാര്യങ്ങൾ ടച്ച് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 2 കാര്യങ്ങൾ നമുക്ക് സ്മെല്ല് ചെയ്യാൻ കഴിയുന്ന 2 കാര്യങ്ങൾ, ദെൻ ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ 5 4 3 2 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 സെൻസറി ഓർഗൻസിനെ അനുഭവിക്കാൻ കഴിയുന്ന ആ കാര്യങ്ങളാണ് ഈ ഇതിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ട്രെസ്സേഴ്സിൽ നിന്ന്, നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ചിന്ത മാറും. ബ്രെയിൻ അവിടുന്ന് ഡൈവേർട്ട് ചെയ്യും.
ഇതാണ് സിമ്പിൾ. ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല വളരെ ഹെവി ആയിട്ടുള്ളൊരു സ്ട്രെസ്സാണ് നമ്മളെ അലട്ടുന്നതെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഒരു ഐസ് ക്യൂബ് എടുത്ത് കയ്യിലിങ്ങനെ പിടിക്കുക, ഹോൾഡ് ചെയ്യുക. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷേ അത് അലിയുന്നത് വരെ പിടിക്കണം, സ്ട്രോങ് ആയിട്ട് പിടിക്കുക. ആ ലീന് വരുമ്പോൾ അതൊരു ഫിസിക്കൽ സെൻസേഷനാണല്ലോ ഈ കയ്യിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബ്രെയിൻ ഷിഫ്റ്റ് ചെയ്യും, ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യും, നമ്മുടെ സ്ട്രെസ്സ് ഇല്ലാതാവും. ഇനി അഞ്ചാമത്തൊരു കാര്യമാണ്, ഏത് സ്ട്രെസ്സും 1.5 മിനിറ്റ് വരെ ലാസ്റ്റ് ചെയ്യുള്ളൂ. ശരിക്കും അതിൻ്റെ ആ ഒരു ഇതിൽ 1.5 മിനിറ്റ് വരെ അത് നമ്മളെ അലട്ടും. പിന്നെ നമ്മൾ ഫീഡ് ചെയ്താൽ മാത്രമേ അത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ, നമ്മൾ ഫീഡ് ചെയ്യണം. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി, അത് ഇങ്ങനെ വരില്ലേ, അതങ്ങനെ വരില്ലേ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വീണ്ടും ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് ഫീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ മനസ്സിനോട് പറയുക, ഇതടുത്ത 90 സെക്കൻഡുകൾ, ഇതിന് 1.5 മിനിറ്റ് മണിക്കും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അത് അങ്ങേയറ്റം പീക്ക് ലെവലെത്തും. പക്ഷേ അതിന് ശേഷം ഞാൻ ഇതിനെ ഫീഡ് ചെയ്യുന്നില്ല, അതിൻ്റെ പാട്ടിന് ഞാൻ വിടും എന്ന് നമ്മളോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പാട്ടിന് പോവുകയും ചെയ്യും. നമുക്ക് സ്ട്രെസ്സിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ കഴിയും. നമ്മുടെ ജീവിതം സുഖകരമാവും. ഒന്ന് ശ്രമിച്ചു നോക്കൂ, വിജയിക്കുക തന്നെ ചെയ്യും.